നമസ്തേ. നാളെ മെയ് 5 നീറ്റ് എക്സാം. കഴിഞ്ഞ കുറേ അധികം നാളുകളായി നീറ്റ് എന്ന ലക്ഷ്യത്തിലോട്ടുള്ള ഒരു യാത്രയിലായിരുന്നു നാം എല്ലാവരും. നമ്മളുടെ സ്വപ്നങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ഒക്കെ പൂർത്തീകരണത്തിനായിട്ടുള്ള ഒരു കഠിന പ്രയത്നത്തിലായിരുന്നു നാം എല്ലാവരും. ആ പരിശ്രമത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് നാളെ. 3 മണിക്കൂറും 20 മിനിറ്റും ഓരോ വിദ്യാർത്ഥികൾക്കും ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ഞങ്ങളെല്ലാവരും. എൻ്റയർ ബ്രില്യൻ്റ് ടീം നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയാശംസകൾ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബ്രില്യൻ്റ് ഡയറക്ടേഴ്സും പ്രൊഫസേഴ്സും ആശംസകളുമായി നിങ്ങൾക്കൊപ്പം. ഹായ് എവരിവൺ, നമ്മുടെ പരീക്ഷ 5-ാം തീയതി വരെയാണ്. നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ടെൻഷനൊന്നും ഇല്ലാതെ ഏറ്റവും നല്ല രീതിയിൽ പരീക്ഷ എഴുതി ഏറ്റവും നല്ല മാർക്കും ഏറ്റവും നല്ല റാങ്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക, വളരെ കൂളായിട്ടിരിക്കുക, കൂൾ മൈൻഡോടുകൂടി വളരെ ഫോക്കസ്ഡ് ആയിട്ട് പോയി പരീക്ഷ എഴുതി എല്ലാവരും നന്നായിട്ട് വിജയിച്ച് ഉയർന്ന മാർക്കും റാങ്കും ആയിട്ട് തിരിച്ചു വരിക. ഓക്കെ. ഈ വർഷത്തെ നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം പഠിച്ചത് കൃത്യസമയത്ത് ഓർമ്മ വരട്ടെ എന്നും അത് വളരെ ഭംഗിയായിട്ട് കൃത്യസമയത്തിനുള്ളിൽ തന്നെ എഴുതി തീർക്കാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഹായ് സ്റ്റുഡൻസ്, ഈ പ്രാവശ്യത്തെ നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ ബെസ്റ്റ് വിഷസ്. ടെൻഷൻ ഫ്രീ ആയി എഴുതുക. ഗുഡ് ലക്ക്. 2024 നീറ്റ് എക്സാം എഴുതുന്ന ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ്റ് നന്നായി എഴുതുക. ഓൾ ദ ബെസ്റ്റ്. നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്, ഒന്നും പേടിക്കാനില്ല, പരീക്ഷ എളുപ്പമായിരിക്കും. Our wishes are always with you. All the best. നാളെ നടക്കാൻ പോകുന്ന നീറ്റ് എക്സാമിൽ തീർച്ചയായിട്ടും എല്ലാവിധ വിജയാശംസകളും ഞാൻ നേരുന്നു. എക്സാം വളരെ സിമ്പിളായിരിക്കും. നന്നായിട്ട് പ്രാർത്ഥിക്കും. വിഷ് യു ദ ബെസ്റ്റ്. നമ്മുടെ നീറ്റ് എക്സാം എഴുതി നല്ല റാങ്കിലേക്ക് എത്താൻ ശ്രമിക്കുന്ന നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നിങ്ങൾ പൂർണ്ണമായ ഓർമ്മശക്തിയോടുകൂടി നല്ല രീതിയിൽ എക്സാം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. നീറ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ മക്കൾക്കും കേട്ടോ ഒരു അടിപൊളി ആശംസ. പൊളിച്ചിട്ട് വാ. നീറ്റ് 2024 എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. ഈ വർഷം നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നീറ്റ് എഴുതാൻ പോകുന്ന എൻ്റെ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. 2024 നീറ്റ് എക്സാം എഴുതുന്ന എല്ലാ കുട്ടികൾക്കും പ്രാർത്ഥനയോട് കൂടിയിട്ടുള്ള വിജയാശംസകൾ നേരുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലീകരിക്കട്ടെ എന്ന് ആശംസകൾ നേരുന്നു. അപ്പോൾ മക്കളെ, നീറ്റ് എക്സാം വരികയാണ്. എല്ലാവരും പഠിച്ച് സെറ്റായിട്ടിരിക്കുകയെന്നറിയാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. ഹായ് കുട്ടികളെ, മെയ് 5-ാം തീയതി എല്ലാവർക്കും ഏറ്റവും നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും. ഹലോ എവരിവൺ, നമ്മുടെ മീറ്റിംഗ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഞായറാഴ്ച നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. ഗിവ് യുവർ ബെസ്റ്റ്. നീറ്റ് പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നിറഞ്ഞ പ്രാർത്ഥനയോടെ വിജയാശംസകൾ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ഡിയർ സ്റ്റുഡൻസ്. മക്കളെ, നമ്മളെല്ലാവരും ഒരുപാട് പരീക്ഷകൾ എഴുതി. നമുക്ക് അതിലൂടെ NCERT നല്ല ഫെമിലിയറായി, നമുക്കെല്ലാവർക്കും അറിയാം. ഇനി എക്സാം വരുന്നു ഞായറാഴ്ച. നമുക്കറിയാം എല്ലാം കോൺഫിഡൻ്റായിട്ട് എക്സാം നമുക്ക് എഴുതാൻ പറ്റും. അതിനുള്ള എല്ലാ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു. പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും ഓർക്കുന്നതായിരിക്കും. നന്നായി പോയി പരീക്ഷ എഴുതുക. ഓക്കെ. 2024 നീറ്റ് പരീക്ഷ നമ്മുടെ അടുത്തെത്തിക്കഴിഞ്ഞു. നമ്മളെല്ലാം വളരെ റെഡിയായിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവിധ ആശംസകളും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ബി കോൺഫിഡൻറ്റ്, ഡു വെൽ. ഓക്കെ. Hello, my dear students. All the best and God bless you for the NEET exam that you are going to write. 2024 നീറ്റ് എക്സാം എഴുതുന്ന എല്ലാ സ്റ്റുഡൻസിനും എൻ്റെയും ബ്രില്യൻ ഫാമിലിയുടെയും വിജയാശംസകൾ. നന്നായി എക്സാം എഴുതി ജയിച്ചു വരിക. 2024 നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ പേരിലും ബ്രില്യൻ്റെ പേരിലും എല്ലാ ആശംസകളും. ബെസ്റ്റ് വിഷസ്. 2024 നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന ഞാൻ പഠിപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഞാൻ പഠിപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഓൾ ദി ബെസ്റ്റ്. 2024 നീറ്റ് എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ വിജയാശംസ. ഹായ് എവരി സ്റ്റുഡൻസ്, നമുക്ക് മെയ് 5 നീറ്റ് എക്സാമിന് അപ്പിയർ ചെയ്യുന്ന നമ്മുടെ ബ്രില്യൻറ്റിലെ എല്ലാ സ്റ്റുഡൻസിനും വിജയാശംസകൾ നേരുന്നു. നല്ല ഹാപ്പിയായിട്ട് പരീക്ഷ എഴുതുക. ടെൻഷൻ അടിക്കാതെ പരീക്ഷ എഴുതുക. പഠിച്ചതൊക്കെ വരാനായിട്ട് ഓർക്കുക. വളരെ കൂളായിട്ട് റിലാക്സായിട്ട് ഫേസ് ചെയ്യുക. അപ്പോൾ എല്ലാ ഭാവങ്ങളും. കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ പ്രാർത്ഥനയിലുണ്ട്.
എല്ലാവരും അടിച്ചു പൊളിച്ച് പരീക്ഷ എഴുതുക. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നീറ്റ് എക്സാം എഴുതുന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്കും വിജയ ആശംസകൾ നേരുന്നു. ഒപ്പം എല്ലാ നന്മകളും നേരുന്നു. ബെസ്റ്റ് വിഷസ്. നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ പ്രാർത്ഥന ആശംസകളും എല്ലാ വിജയാശംസകളും നടന്നുകൊള്ളുന്നു. നീറ്റ് 2024 എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഹായ്, അപ്പോൾ നാളെ നീറ്റ് എക്സാം എഴുതുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ വിഷസും ഞാൻ നേരെയാണ്. നല്ല നല്ല മാർക്കുകൾ കിട്ടും, നല്ല നല്ല അഡ്മിഷൻസ് കിട്ടും. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ഈ ഞായറാഴ്ച നമ്മുടെ നീറ്റ് എക്സാം എഴുതുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ക്വസ്റ്റ്യനുകളും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നും പഠിച്ച കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഓർക്കാൻ പറ്റണമെന്നും വളരെയധികം സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി പറഞ്ഞുകൊണ്ട് നല്ലൊരു പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിജയം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ നാളെ മെയ് 5 നമ്മൾ ഒരു വർഷമായി കാത്തിരുന്ന നമ്മുടെ ദിവസം. അപ്പോൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ഓർത്തോർത്ത് കൊണ്ടുവന്ന് നാളത്തെ എക്സാം വളരെ മനോഹരമായിട്ട് എഴുതി നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി തിരിച്ചു വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എക്സാം എഴുതുന്ന എല്ലാ നീറ്റ് ആസ്പിറൻസിനും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. നല്ല കോൺഫിഡൻസോടുകൂടി എല്ലാ ക്വസ്റ്റ്യൻസും അപ്രോച്ച് ചെയ്യുക. പേടിയില്ലാതെ എല്ലാവരും പരീക്ഷ എഴുതുക. ഓൾ ദി ബെസ്റ്റ്. ഹൈ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ 2024 നീറ്റ് എഴുതാൻ പോണ എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ, നല്ല മാർക്ക് കിട്ടട്ടെ, നല്ല റിസൾട്ട് കിട്ടട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ടേക്ക് കെയർ. നീറ്റ് എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ. ബെസ്റ്റ് വിഷസ്. 2024 നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ എൻ്റെ കുഞ്ഞു മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. ബ്രില്യൻറ്റിലെ മിടുക്കരായ എല്ലാ നീറ്റ് എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ബ്രില്യൻറ്റിൻ്റെ ആശംസകൾ. ഭംഗിയായി പരീക്ഷ എഴുതുക, നല്ല വിജയം കരസ്ഥമാക്കുക. ഓൾ ദി ബെസ്റ്റ്. ഈ വർഷം നീറ്റ് എഴുതുന്ന എല്ലാ സ്റ്റുഡൻസിനും ബെസ്റ്റ് വിഷസ്. അപ്പോൾ എല്ലാവരും ടെൻഷൻ ഫ്രീ ആയിട്ട് കൂളായിട്ട് എക്സാം എഴുതി വരിക. ഓക്കെ, നാളെ നീറ്റ് എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഈ വർഷം നീറ്റ് എഴുതുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ വിജയാശംസകൾ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നാളെ നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാം. വേനൽ ചൂടും പരീക്ഷ ചൂടും ഒക്കെ ആയിട്ട് എല്ലാവരും നല്ല വേർതിരിക്കുകയാണല്ലേ. അപ്പം മെയ് 5 മക്കളെ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കണ്ട. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഇപ്രാവശ്യം നമ്മൾ തകർക്കും. അപ്പോൾ മക്കളെ, നിങ്ങൾ പഠിച്ചതേ വരുള്ളൂ. എല്ലാവർക്കും എക്സാം എളുപ്പമാകട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. മക്കളെ, ആരും ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ആഗ്രഹിക്കുന്ന മെഡിക്കൽ കോളേജിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. ഈ കൊടും വേനലിൽ ഇത് ഒരു വേനൽ മഴ തന്നെയായിരിക്കും മെയ് 5 നീറ്റ് എക്സാം. അപ്പോൾ ബെസ്റ്റ് വിഷസ്. ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. അപ്പോൾ മെയ് 5 നടക്കാൻ പോകുന്ന നീറ്റ് എക്സാമിന് നിങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി സെറ്റായിട്ടിരിക്കുമായിരിക്കും അല്ലേ. അപ്പം മാക്സിമം നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ ഇടണം. പൊളിച്ചെടുക്കണം എക്സാമിന് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും ആഗ്രഹിച്ചൊരു മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. എൻ്റെ ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്, വളരെയേറെ കഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അതിൻ്റെ എല്ലാം റിസൾട്ട് വരാൻ പോകുന്നത് മെയ് 5. വളരെ സന്തോഷത്തോടു കൂടി വേണം നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകാൻ. അതേ സന്തോഷത്തോടു കൂടി തന്നെ തിരിച്ചിറങ്ങി വരികയും വേണം. വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ഈ ലോകം നിങ്ങളെ നോക്കിക്കാണുന്നത്. ആ പ്രതീക്ഷകളൊക്കെ പൂവണിയണം. നല്ല മിടുമിടുക്കരായി ഈ ലോകത്തെ പാവപ്പെട്ടവരുടെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെയൊക്കെ ഒരത്താണിയായിട്ട് നിങ്ങൾ മാറണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിനുള്ളൊരവസരം ഈ പരീക്ഷ നിങ്ങൾക്ക് ഗുണം വരുത്തും. നല്ല മാർക്ക് ലഭിക്കും, നല്ല റാങ്ക് ലഭിക്കും. ധൈര്യമായിട്ടിരിക്കുക. എല്ലാത്തിനും ഈശ്വരനുണ്ട്. ഒപ്പം ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനകളും. വളരെ സന്തോഷത്തോടു കൂടി പരീക്ഷകളൊക്കെ എഴുതി പുറത്തു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും മനോഹരമായി പരീക്ഷ എഴുതട്ടെ എന്ന് ഞാൻ ഹൃദയത്തിൽ നിന്നും ആശംസിക്കുന്നു. താങ്ക് യു. ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, നാളെ നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നേരുന്നു. നമ്മളുടെ 40ാമത്തെ വർഷമാണിത്. ഈ 40 വർഷവും കുട്ടികളുടെ ഒപ്പം ഞങ്ങളുമുണ്ട്. ഞങ്ങളും ഇപ്പോൾ കുട്ടികളെ പോലെ തന്നെയാണ്. കുട്ടികൾക്കുള്ള ടെൻഷനും ഒക്കെ ഞങ്ങൾക്കും ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ വിശ്വാസം അത് ഏറ്റവും മഹത്തരമാണ്. ഞങ്ങളുടെ കൂടെ കുട്ടികളും
പേരൻസും ഒക്കെ കൂടെ കൂടിയിട്ട് അവരെടുക്കുന്ന എഫർട്ടിനെല്ലാം ശരിയായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ വർഷവും നമ്മളുടെ കുട്ടികൾ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പം എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും ചേരുന്നു. എല്ലാവരെയും വിക്ടറി ഡേയിൽ കാണാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടെ ഓൾ ദി ബെസ്റ്റ്. ഹലോ, അപ്പോൾ നമ്മുടെ നീറ്റിൻ്റെ പരീക്ഷ മെയ് 5-ാം തീയതി നടക്കാൻ പോവുകയാണ്. പലരെ സംബന്ധിച്ചും ഒരുപക്ഷെ 1 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലം ഉണ്ടാകാൻ പോവുകയാണ്. അതിനപ്പുറം പലരെ സംബന്ധിച്ചും 5, 6, 10 വർഷങ്ങളായിട്ടുള്ള സ്വപ്നം റിയലാകാൻ പോകുന്നു മെയ് 5-ാം തീയതി. ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തരും അവരവരുടെ കഴിവനുസരിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. മാർക്കിൽ ഇപ്പോഴുള്ള മാർക്കിൽ ചിലപ്പോൾ ചില വേരിയേഷൻസ് ഉണ്ടായിരിക്കാം. അത് നിങ്ങൾ പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്ത ജോലിക്കുള്ള ഫലം തീർച്ചയായും അവിടെ കിട്ടും. നെഗറ്റീവ് സൈഡ്സിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. അന്നത്തെ പരീക്ഷ എനിക്ക് അനുകൂലമായിരിക്കും. ഞാൻ പഠിച്ചത് തന്നെ എനിക്ക് അന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടും. അവിടെ വരാൻ പോകുന്ന 200 ക്വസ്റ്റ്യനും ഞാൻ പലവട്ടം കണ്ടത് തന്നെയായിരിക്കും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പോവുക. ഒരു അബദ്ധവും കാണിക്കാതിരിക്കാൻ സൂക്ഷിക്കുക. അന്ന് ബബിൾസ് മാറിപ്പോവുക തുടങ്ങിയ കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഒരു 2 ക്വസ്റ്റ്യൻ അറിയത്തില്ലെന്ന് വന്നാലോ അല്ലെങ്കിൽ എക്സാം നടക്കുന്നിടത്തോ എന്തെങ്കിലും ഒരു 5-10 മിനിറ്റ് നിങ്ങൾക്ക് ലാഗ് ചെയ്യപ്പെട്ടാലോ നിങ്ങൾ അതിനെ ഒരു വലിയൊരു സംഭവമായിട്ട് കരുതുക. അതിൻ്റെ ബാക്കി പോയിട്ട് പോകുക. ചെല്ല് പറയുന്നു പെട്ടെന്ന് അങ്ങോട്ട് ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയെത്തി, ബ്ലാങ്കായിപ്പോയി. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ നിങ്ങൾ ടോപ്പിക്ക് മാറണം, പേജ് മറിക്കണം. അങ്ങനെ മനസാന്നിധ്യം വീണ്ടെടുത്തിട്ട് അവിടെ വെച്ച് ഫിനിഷ് ചെയ്യണം. 200 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ധാരാളം സമയം തന്നെയാണ്. ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഓടിക്കേണ്ട ആവശ്യമില്ല. ബയോളജി പെട്ടെന്ന് തീർക്കുകയൊന്നും വേണ്ട. എല്ലാത്തിനും അതിൻ്റേതായ സമയം എടുത്തിട്ട് നിങ്ങൾ വളരെ കംഫർട്ടബിളായിട്ട് തീർക്കുക. ചൂട് അത്തരം കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. ഇത് എൻ്റെ ജീവിതമാണ്. ബയോളജി മാക്സിമം ചെയ്യാൻ ശ്രമിച്ചോളുക. പറ്റുമെങ്കിൽ 90 ക്വസ്റ്റ്യൻസ് തന്നെ അറ്റംപ്റ്റ് ചെയ്യുക, പ്ലസ് ബാക്കി സബ്ജക്ട്സ്. എന്തുവെന്ന് നമുക്കറിയാം. ഒരു 620 മുകളിൽ ചെന്നാൽ മാത്രമേ നമുക്ക് സേഫ് ആകാൻ പറ്റുള്ളൂ. അല്ല 640 or 650 പ്ലസ് എന്നാലേ നല്ലൊരു അഡ്മിഷൻ കിട്ടുകയുള്ളൂ എന്നതും അറിഞ്ഞിരിക്കുക. തീർച്ചയായും അത് സംഭവിച്ചിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പോവുക. എത്രയോ കുട്ടികളെ ഞങ്ങൾ കണ്ടിരിക്കുന്നു. ഒരിക്കൽ പോലും A+ കിട്ടാത്തവർ, ഒരിക്കൽ പോലും 600 കടക്കാത്തവർ നീറ്റ് പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ അവർക്ക് അവിടെ വെച്ച് അത് ദൈവത്തിൻ്റെ ദാനം പോലെ കിട്ടും. പലർക്കും MBBS ഇല്ലേ പിന്നെ ജീവിതമേ ഇല്ല എന്നൊരു തോന്നലാണ് കുഴപ്പമുണ്ടാകുന്നത്. ഒരു സുന്ദര വഴി അത് നിങ്ങൾക്ക് തീർച്ചയായും കൈപിടിയിൽ ഒതുക്കാവുന്നത് മാത്രമേ ഉള്ളൂ. ഈശ്വരനെ നല്ലപോലെ വിശ്വസിച്ചു കൊടുക്കുക, ഈശ്വരനെ മുറുകെ പിടിച്ചു കൊടുക്കുക. അവിടെ നിങ്ങളുടെ കൈ പിടിച്ചെഴുതിക്കാൻ അദ്ദേഹം ഉണ്ടാകും. ഇത് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അവിടെ തീർച്ചയായും നിങ്ങൾ അത് വിശ്വസിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും ശനിയാഴ്ച രാത്രി ആവശ്യത്തിന് ഉറങ്ങി റെസ്റ്റ് എടുത്തിട്ട് വളരെ റിലാക്സ്ഡായിട്ട്, അല്ലാതെ എന്തോ സംഭവിക്കാൻ, എന്തോ മോശം അല്ല, ഒരുപാട് നല്ലത് സംഭവിക്കാൻ പോകും. മെയ് 5 നിങ്ങളുടെ ജീവിതത്തിലെ സുന്ദര ദിനമായിട്ട് മാറും. അതിനുള്ള എല്ലാവിധ ആശംസകളും, ബ്രില്യൻ്റ് കുടുംബത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും ഈ അവസരം ഞാൻ നേരുകയാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.